പക്ഷെ അടുത്ത സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ആയപ്പോൾ ഇപ്പൊ ശിവതി ചേച്ചി പറഞ്ഞതുപോലെ ബിരിയാണി എങ്ങാനും കൊടുത്താലോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും വന്നത്. കിട്ടോ കിട്ടില്ല എന്നറിയില്ല, അതെന്തായാലും പിന്നെ നോക്കാം. പക്ഷെ സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. മുരളി ചേട്ടാ, അഭി അപ്പൊ ഇവര് നേരത്തെ സിനിമ മാളികപ്പുറം ഞാനൊരു 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇപ്പോഴും എന്റെ ഫോണില് ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കണം. അതിന്റെ മെയിൻ റീസൺ നീക്കുന്നത് ആളാണ്. തിയേറ്ററിൽ 4 പ്രാവശ്യം കണ്ടു, തമിഴിൽ 2 പ്രാവശ്യം, മലയാളത്തിൽ 2 പ്രാവശ്യം. അപ്പൊ ഈ ഒരു സിനിമയും ഗംഭീര ഹിറ്റ് ആവട്ടെ. സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. മുരളി ചേട്ടാ, അഭി, വിഷ്ണു, രഞ്ജൻ, അർജുൻ, എല്ലാവർക്കും എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂന് ഓൾ ദി വെരി ബെസ്റ്റ്. എന്താ പറയുക, അടുത്തത് ഇവിടെ വന്ന് നിൽക്കുന്ന ഈ പടത്തിന്റെ ഓഡിയോ ലോഞ്ചിനും തുടർന്ന് അതിന്റെ ഗ്രാൻഡ് സക്സസ് മെഗാ ഹിറ്റ് ആയിട്ട് ഒരു 100 crore ക്ലബില് കയറി കഴിയുമ്പോൾ വന്ന് നിൽക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. അഭിലാഷേട്ടന്റെ കോള് പോലെ തന്നെയായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് ഈ ടീമുമായിട്ട് നേരിട്ട് ബന്ധമില്ല, എനിക്ക് പരിചയമുള്ളത് അഭിലാഷേട്ടനുമായിട്ടാണ്. അഭിലാഷേട്ടനെ ഈ പറഞ്ഞതുപോലെ ഞാനൊരു ഷോയില് എനിക്കൊന്ന് 10ാം വളവിന്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഷോയില് വെച്ച് പരിചയപ്പെടുന്നത്. അതിനുശേഷം സുരേഷ് ഗോപി സാറിന്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി നമ്മൾ ഒന്നുകൂടെ ഓർമ്മ പുതുക്കി. ആ ഓർമ്മയുടെ പുറത്താണ് ശരിക്കും ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന പടത്തില് എനിക്കൊരു ചാൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കോമഡി എന്താന്ന് വെച്ചാൽ അന്ന് ഞാൻ ഈ പരിസര പ്രദേശത്തൊന്നും ഇല്ലായിരുന്നു, ഞാൻ നാട് വിട്ടു പോയിരുന്നു, വേറെ സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് അത് നടന്നില്ല. പക്ഷെ അടുത്ത സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ആയപ്പോൾ ഇപ്പൊ ശിവതി ചേച്ചി പറഞ്ഞതുപോലെ ബിരിയാണി എങ്ങാനും കൊടുത്താലോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും വന്നത്. കിട്ടോ കിട്ടില്ല എന്നറിയില്ല, അതെന്തായാലും പിന്നെ നോക്കാം. പക്ഷെ എന്തായാലും സിനിമയ്ക്ക് എന്റെ ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ ഈ പറഞ്ഞതുപോലെ സുമതി വളവ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള ഒരു ഞാൻ അതിനെപ്പറ്റി ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആ കഥകളൊക്കെ പോലെ തന്നെ വലിയൊരു ഹിറ്റായി മാറട്ടെ സിനിമയും. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ 100 ദിവസം പോട്ടെ, അതിന്റെ സെലിബ്രേഷൻ ആയിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.